തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അത് മറികടന്ന് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിൽ സുപ്രീം കോടതി അയോഗ്യയാക്കിയ സാങ്കേതിക സർവകലാശാല മുൻ വിസിയെ നിയമിക്കാൻ സർക്കാർ നീക്കം. ഈ മാസം 31-ന് റിട്ടയർ ചെയ്യുന്ന സാങ്കേതിക സർവകലാശാല മുൻ വിസി ഡോക്ടർ രാജശ്രീയെ നിയമിക്കാനാണ് അധികൃതർ തിരക്കിട്ട് അടുത്തയാഴ്ച ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നത്. 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള പ്രസ്തുത തസ്തികയിലേക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 29-നാണ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽമാരിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചത്. എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ബിരുദത്തിന് പുറമെ 20 വർഷത്തെ അധ്യാപന പരിചയവും പ്രിൻസിപ്പൽ അഥവാ ജോയിന്റ് ഡയറക്ടറായുള്ള പരിചയവുമാണ് ഡയറക്ടർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആകെയുള്ള അപേക്ഷകരിൽ യോഗ്യതയുള്ള 10 പേരെയാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ മെയ് 21-ന് നടക്കുന്ന ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നത്. മെയ് 9-ന് ഇത് സംബന്ധിച്ച കത്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടവർക്ക് അയച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസി, ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി എന്നിവരാണ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ. ഇതിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഡോക്ടർ രഘുരാജ്, ഡോക്ടർ രാജശ്രീ, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നീ 3 പേർ മെയ് 31-ന് റിട്ടയർ ചെയ്യും. ഡോക്ടർ രാജശ്രീ വിസി ആയിരുന്ന കാലയളവ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കണക്കാക്കുന്നത് സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. ഇത് മറികടക്കാനാണ് വിരമിക്കും മുൻപ് ഡോക്ടർ രാജശ്രീയെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറാക്കാൻ നീക്കമെന്നാണ് സൂചന. കഴിഞ്ഞ 7 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്താത്ത സർക്കാർ ഇപ്പോൾ തിരക്കിട്ട് ഇന്റർവ്യൂ നടത്തുന്നത് ഡോക്ടർ രാജശ്രീയെ നിയമിക്കാനാണെന്ന വിവരം പുറത്തു വന്നുകഴിഞ്ഞു. ഒഴിവുള്ള ലോകായുക്ത, ഉപലോകായുക്ത, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ തുടങ്ങിയ അനിവാര്യ പദവികളിൽ നിയമനം നടത്താൻ തയ്യാറാകാത്ത സർക്കാരാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിൽ തിരക്കിട്ട് നിയമന നീക്കം നടത്തുന്നത്. ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്നയാൾക്ക് നിയമനം നൽകുന്നതിലൂടെ ഉയർന്ന ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുന്നതിനും വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരക്കിട്ട് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ, സെക്രട്ടറി M ഷാജർ ഖാൻ എന്നിവർ കുറ്റപ്പെടുത്തി. ഈ നടപടി മൂലം ഖജനാവിന് ലക്ഷങ്ങളുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നതിനാൽ കൂടുതൽ സർവീസ് ദൈർഘ്യമുള്ളവരെ ഡയറക്ടറായി നിയമിക്കുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി.